ജിന്നിനെ തേടി ഞാൻ ഇറങ്ങപ്പോ. അതെ 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 വിഷ്ടം ഓർഗനൈസേഷൻ ഫൈസൽ മുസ്ലിയാർ സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ മനോഹരമായ സിനിമ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നു. മരുഭൂമിയിൽ തപ്പിത്തടഞ്ഞ് ജിന്നിനെ തേടി മരുഭൂമിയിൽ ജിന്നിനെ തേടി പുതിയ ബാനർ വിഷ്ടം മംഗ്ലീഷ് ജിന്നുകൾ ഫൈസൽ മുസ്ലിയാർ സംവിധാനം ചെയ്ത കിളവൻ ജബ്ബാർ മൗലവി നിർമ്മാണം പരിപ്പൂരി മുസ്ലിയാർ പരിപ്പൂരിപ്പിച്ച വൻ അവാർഡ് നേടിയ ചിത്രം മരുഭൂമിയിൽ ജിന്നിനെ തേടി നിങ്ങളെല്ലാവരും ചിത്രം കണ്ട് പ്രോത്സാഹിപ്പിക്കണം, അപേക്ഷിക്കുക. വിഷ്ടം വന്നേ നാട്ടിൽ കഷ്ടം വന്നേ ഈ നാടാകെ ജിന്നിന്റെ പിടിയിലായേ. വിഷ്ടം വന്നേ നാട്ടിൽ കഷ്ടം വന്നേ ഈ നാടാകെ ജിന്നിന്റെ പിടിയിലായേ. പിശാചിനെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന വിഷ്ടം കൂരികൾ നാട്ടിൽ നടമാടുന്നേ. പിശാചിനെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന വിഷ്ടം കൂരികൾ നാട്ടിൽ നടമാടുന്നേ. വിഷ്ടം വന്നേ നാട്ടിൽ കഷ്ടം വന്നേ നാട്ടിൽ കഷ്ടങ്ങൾ നാട്ടിൽ നടമാടുന്നേ. അത് സുഹൃത്തിന് എന്റെ ബാപ്പയാണ്. എന്റെ പീമിന് വന്നിട്ട് വീണ്ടും ജിന്ന്, ഞാൻ ജിന്നൂരിയല്ല, ഞാൻ അള്ളാഹുവിന്റെ റസൂൽ എന്താണ് പഠിപ്പിച്ചത് അത് മാത്രം പഠിച്ചിട്ട് അത് അള്ളാഹിനോട് മാത്രം പ്രാർത്ഥിക്കുന്ന ആളാണ്. അത് നീ പോയിട്ട് എന്റെ വീട്ടിൽ പോയി തന്തയോട് പറഞ്ഞു കൊടുക്കുക കേട്ടാ. എന്നെ തന്നട അവരുടെ വീട്ടില് എന്നെ ഉണ്ടാക്കിയ തന്തണ്ടോ അല്ല പോയിക്കണോ, അല്ലെങ്കിൽ കബറിങ്ങ പോയിട്ട് പറഞ്ഞു കൊടുക്കുക. എന്താടോ നായിന്റെ മോനേച്ചൊക്കെ ഇങ്ങനെ കള്ള ഹിമാറ് വീണ്ടും വന്നു ഇവിടെ വന്ന് കണ്ട്. നീ എന്നാ കടയാടി മോനായി പറയുന്നത്? ജിന്നിനെ വിളിച്ച് ഉമ്മാന്റെ മൂലത്തിൽ കൊണ്ട് എത്തിച്ചു കൊടുത്തിട്ട് പിന്നെ ഇവിടെ വന്നിട്ട് നമ്മളോട് പറയാ ജിന്ന് എല്ലാന്ന്. എന്റെ പൈസൽ മുസ്ലിയാരോടാ എന്റെ ലബ്ബാദാരിവിനോടാറ്റം പടാ പോയിട്ട്, അല്ലെങ്കിൽ കുറെ കൊടുക്കാണ്ടിങ്ങനെ ആയത്തില്ലാതെ ബാലുശ്ശേരിക്കാരിലുണ്ടല്ലോ അതിനോടെല്ലാം പോയിട്ട് പോടാ നാറി. മുജാഹിദുകളോടാ നീ വന്നിട്ട് കളിക്കുന്നു. ജബ്ബാരി മൗലവി വന്നിട്ടുണ്ട് ശിക്കാവൂല ചാരപ്പടി എടുക്കുന്നു. ഇപ്പൊ ഇത്രയും ബസാദും മുഖാമുഖം പോലും 150 മുഖാമുഖം നടത്തി തുണിയൂരി തോടിയ പൈസലും മുസ്ലിയാര്. അതിന് സലഫി പറഞ്ഞ പോലെ മുസ്ലിയാരെ താങ്കളൊരു മുസ്ലിയാര് തന്നെയാ. പൈസല് മുസ്ലിയാരെ കണ്ടിട്ട് തോന്നുന്നു കാലക്കെടങ്ങാനും സംഭവിച്ച പോലെ. വൈകിട്ടൊരു മുഖം നാളേക്കൊരു മുഖം തിരിച്ചു വരുമ്പോൾ രാവണന്റെ മുഖം മുസ്ലിയാരെ കാണുന്നില്ല. വിഷ്ടൻ ജിന്നൂരികൾ തപ്പിത്തടയുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇത് നമ്മളിത് സാധാരണ പറയാറുണ്ട്. ഇവരൊക്കെ നമുക്ക് ക്ലാസ് എടുത്തിരുന്ന ആളുകളാണ്. അബ്ദുൽ ജബ്ബാർ മദീനിയും NV സാലിമും ഒക്കെ നമുക്ക് ദമാമിൽ ക്ലാസ് എടുത്തിരുന്ന ആളുകളാണ്. ഇവരോട് നമ്മൾ സംസാരിച്ചിട്ടുള്ളതുമാണ്. ഇവര് പക്ക ജിന്നുകളോട് തേടണമെന്ന് പറയുന്നവരാ. പക്ക ഈ NV സാലിം അറിയില്ല നിങ്ങൾക്ക്, കുറ്റിക്കാട്ടിൽ ജിന്നിന്റെ ആളാണ്. മറ്റേ ഇവൻ പറഞ്ഞെന്ന് പറഞ്ഞുകൊണ്ട് മുഖ്ബിൽ വാദി പറഞ്ഞിരിക്കുന്നത് തേടാന്ന് പറഞ്ഞെന്ന് പറഞ്ഞ ആ വകുപ്പ. ഇവരുടെ വിശ്വാസം എന്താന്ന് വെച്ചാല് ഈ മനുഷ്യന്മാരോട് മനുഷ്യ കഴിവിൽ സഹായം തേടുന്നുണ്ടല്ലോ നമ്മള്. മനുഷ്യന്മാരോട് നമ്മൾ എന്തൊക്കെ തേടുന്നുണ്ടോ അതൊക്കെ ജിന്നുകളോടും തേടാൻ ജിന്നിന്റെ കഴിവിൽപ്പെട്ടത്. അപ്പൊ ജിന്നിന് ഒരുപാട് അപാര കഴിവുകളുണ്ടല്ലോ, അതൊക്കെ തേടണം. പക്ഷെ ജിന്നിനോട് പ്രാർത്ഥിച്ചാലോ ശിർക്കാകും. ജിന്നെ ഹിദായത്ത് നൽകണേ, ജിന്നെ പാപം പുറത്തു തരണേ, ജിന്നെ എനിക്കൊരു കുട്ടിയെ നൽകണേ എന്നൊക്കെ പ്രാർത്ഥിച്ചാൽ ശിർക്കാണ്. പക്ഷെ ആ ജിന്നിന്റെ കഴിവിൽപ്പെട്ട സഹായങ്ങൾ തേടിയാലോ മനുഷ്യരോട് മനുഷ്യ കഴിവിൽപ്പെട്ട തേടുന്ന പോലെ. അതാണ് അവർ പറയുന്നത്, സൃഷ്ടി കഴിവിനപ്പുറം തേടുമ്പോഴേ ശിർക്കാവുകയുള്ളൂ. ഇത് ഈ സാധാരണ വിസ്റ്റംകാർക്ക് ഇതൊന്നും അറിയില്ലല്ലോ. അത് അവരെ പറ്റി കാര്യമില്ല. ഇവരുടെ ഇതൊന്നും ഇവിടെ പറഞ്ഞ് ഫലിപ്പിക്കാൻ പറ്റാത്തതുകൊണ്ട് ഇവരൊക്കെ മിണ്ടാതിരിക്കുകയാണ്.
മുജാഹിദുകളെ പേടിച്ച് മിണ്ടാതിരിക്കുക. കാരണം ഇവിടെ നമ്മൾ പറയുന്നത് ഒരാൾ കേട്ടാലും, ഇപ്പോ നമ്മൾ എന്താ അവരോട് പറയല്, പിശാജ് ജിന്ന് പിശാചുക്കൾ നമ്മൾ ആയത്തോതി കൊടുത്ത് പറയാറുണ്ട്. ഇൻതദൂഹും ലാ യസ്മഊ ദുആകും വലൗ സമീഉ മസ്തജാബു ലക്കും എന്നുള്ള ആയത്തോതിയിട്ട് പറയും. അവർ ഇനി കേട്ടാലും കേൾക്കുകയില്ല, ഇനി കേട്ടാലും കേട്ടവരുണ്ടായാലും കേട്ടു എന്ന് വാദത്തിന് സമ്മതിച്ചാലും മസ്തജാബു ലക്കും അവർക്ക് ഉത്തരം നൽകില്ല. ഉത്തരം നൽകില്ലെന്ന് മാത്രമല്ല വയൗമൽ ഖിയാമത്തി യക്ഫുറൂന ബിശിർക്കിക്കും, ആ ഉത്തരം നൽകാത്തവരോട് തേടുന്ന ആളുകൾ കേട്ടാലും ഉത്തരം നൽകുകയില്ല. ആ ഉത്തരം നൽകാത്ത ആളുകളോട് തേടുന്ന സഹായം തേടുന്നവർ മുശ്രിക്കുകളാണ്, അത് ശിർക്കാണെന്നല്ല പറയാ. മൂപ്പര് പറയാ ശിർക്കാവൂല, അത് ശിർക്കാവൂല. എന്താ കാരണം? അത് ഹയ്യായ ഹാദിറായ ഖാദിറായ ഇവിടെ ഉണ്ടാകാമെന്ന് കരുതുന്ന അതിന്റെ കഴിവിൽപ്പെട്ട ജിന്നുകളോട് അതിന്റെ കഴിവിൽപ്പെട്ട സഹായമാണ് തേടുന്നെങ്കിൽ അതിൽ പ്രാർത്ഥന വരില്ല. ഏതുപോലെ മനുഷ്യനോട് മനുഷ്യ കഴിവിൽപ്പെട്ട സഹായം തേടിയാൽ ശിർക്കാകില്ലല്ലോ, അതുപോലെ മനുഷ്യനോട് മനുഷ്യ കഴിവിൽപ്പെട്ടത് തേടിയാൽ ശിർക്കാകാത്തതൊന്നും ജിന്നുകളോടും ശിർക്കാകില്ല. ഇവിടെ ഇട്ട് തന്നില്ലേ ഫൈസലിന്റെ വീഡിയോ? ഫൈസൽ എന്താ പറഞ്ഞത്? മനുഷ്യനോട് തേടാൻ ശിർക്കാകാത്തതുണ്ടോ അത് ജിന്നിനോട് തേടിയാലും ശിർക്കാകില്ല. പച്ച മുശ്രിക്കൻ വിശ്വാസം ശിർക്കിലേക്ക് കൊണ്ടുപോകുന്ന ഒരു പണ്ഡിതൻ, ആ പണ്ഡിതന്റെ അനുയായികൾ, ഇവരെ അള്ളാഹു കാത്തുരക്ഷിച്ച് ഇവർക്ക് അള്ളാഹു ഹിദായത്ത് നൽകട്ടെ, ഇവരുടെ ഫിത്നയിൽ നിന്ന് അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുക മാത്രമേ മാർഗമുള്ളൂ. ഇന്ന് മുജാഹിദ് പ്രസ്ഥാനത്തിൽ, ഞാൻ മൊത്തത്തിൽ മുജാഹിദ് പ്രസ്ഥാനത്തെ കുറിച്ച് ഇപ്പോൾ തൽക്കാലം ഒന്നും പറയുന്നില്ല, എങ്കിൽ പോലും ഈ പ്രസ്ഥാനത്തിൽ പറയാതിരിക്കാൻ നിർവാഹവുമില്ല. ശിർക്കല്ലാത്തത് എന്താണെന്ന് വേർതിരിച്ച് അറിയുന്ന മാനദണ്ഡം മനസ്സിലാക്കാത്തത് കൊണ്ടോ ആവോ ഇപ്പൊ മുജാഹിദ് പ്രസ്ഥാനത്തിൽ ശിർക്കല്ലാത്തതൊന്നുമില്ല. എന്താ ഇപ്പൊ ഈ സഹോദരനോടൊക്കെ പറയാ? ഇതാണ്, ഈ പിശാചിന് വേണ്ടി വാദിച്ചാൽ അവൻ എത്തിപ്പെടുന്നത് പൈശാചികതയിലായിരിക്കും. കാരണം ഇപ്പൊ വാദിക്കുന്നത് എന്തിനു വേണ്ടിയാ? പിശാചുക്കളോട് സഹായം തേടുന്നത് എല്ലാം ശിർക്കല്ല, ശിർക്കല്ലാത്തതും ഉണ്ട് എന്ന് സ്ഥാപിക്കാനാണല്ലോ. അതായത് ശിർക്കാകാത്ത വസീലത്ത് ശിർക്കുണ്ട് എന്ന് സ്ഥാപിക്കാനാ. പിന്നെ അവരിൽ നിന്ന് എന്താ വരിക? ഒരാൾ, ഒരു മനുഷ്യൻ, ഒരു മുസ്ലിമായ മനുഷ്യൻ റബ്ബിനെ പറ്റി അള്ള ഇവിടെ ഉണ്ടെങ്കിൽ, കാണുകയാണെങ്കിൽ, കേൾക്കുകയാണെങ്കിൽ, സഹായിക്കാൻ പറ്റുകയാണെങ്കിൽ എന്ന ഒരു ചിന്ത വരുന്നതോടുകൂടി തന്നെ അവൻ ഇസ്ലാമെന്ന് പുറത്തുപോയി മുർത്തദ്ദും കാഫിറും മുശ്രിക്കുമായി പോയവൻ. ഒരു സൃഷ്ടിയിലേക്ക് ഉപമപ്പെടുത്തുകയും ആ രീതിയിൽ അള്ളാഹുവിനെ പറ്റി അവൻ ചിന്തിക്കുകയും ചെയ്യുന്നതോടുകൂടി അള്ള കാണുകയാണെങ്കിൽ, കേൾക്കുകയാണെങ്കിൽ, സഹായിക്കാൻ പറ്റുകയാണെങ്കിൽ എന്ന ഒരു തമാശക്ക് പോലും ഒരു മനുഷ്യൻ പറയാൻ പാടില്ല. ഇനി അങ്ങനെ വിശ്വസിക്കുന്ന ആള് ആൾറെഡി മുശ്രിക്കും കാഫിറും മുർത്തദ്ദുമാണ്. അവൻ പിന്നെ ജിന്നെ സഹായിക്കണേ എന്ന് വിളിച്ച് തേടിയാൽ അതിന്റെ വിധി ചോദിക്കുവോ? കാരണം എന്തെന്നറിയോ, ഇവരുടെ വിശ്വാസം അനുസരിച്ച് ഇവരുടെ ആരാധ്യ വസ്തുക്കളെ, അപ്പൊ അവർ ചോദിക്കും അവിടെ ആരാധിക്കുന്നെന്ന് പറഞ്ഞിട്ടല്ല അവർ മുസ്ലിം ആരാധിക്കുക. അള്ളാഹുവിൽ പങ്കു ചേർക്ക മുസ്ലിങ്ങൾ അങ്ങനെ, ഞങ്ങൾ അള്ളാഹുവിൽ പങ്കു ചേർക്കുന്നു, ശിർക്ക് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് ആരും ശിർക്ക് ചെയ്യൂല. പക്ഷെ അവര് എന്താണ്, പിശാചിന് വേണ്ടി വാദിക്കുകയും ശിർക്കായ ഒരു കാര്യത്തെ ശിർക്കല്ലാത്ത രീതിയിലുള്ള വിശ്വാസം അതിൽ വെച്ച് പുലർത്തുകയും ചെയ്തുകൊണ്ട് അതിനുവേണ്ടി സംസാരിക്കുമ്പോൾ അത് പൈശാചികതയാണ്, പിശാചിന്റെ പരിപാടിയാണ്, പിശാചിന് വേണ്ടി വാദിക്കലാണ്. അപ്പൊ പിന്നെ അള്ളാഹിനെ പറ്റി ഇങ്ങനെ പറയൂ? ഇതൊരു മനുഷ്യൻ പറയാൻ പറ്റുമോ? എന്തൊരു അത്ഭുതമാണെന്ന് നോക്കിയാ നിങ്ങള്. ജിന്ന് വന്ന് നാട്ടിലെ, ബിലീസ് വന്ന് നാട്ടില്, വേഷങ്ങൾ കെട്ടിയ ഫൈസൽ മുസ്ലിയാരായി നാട്ടില്, വിഷ്ടങ്കുപുരികളെ ഉണ്ടാല്, ജിന്നിൻ വേഷം വിശാലിന്റെ വേഷമാടി നാട്ടില്, ഉമ്മത്തിന്റെ നടുവിൽ കേറി ഫിത്തിന പരത്തി, മാടാകെ പരത്തി, മനുഷ്യരെ അമ്പലയിലേക്ക് നയിച്ച് ഇസ്ലാമിൽ അന്തസൊക്കെ ആകെ തകർക്കാൻ ജിന്നിന്റെ വേഷം കെട്ടി വന്ന മുസ്ലിയാരെ, ഫൈസൽ മുസ്ലിയാരെ നിങ്ങൾ വരുന്നില്ലേ? നരകത്തിലെ കോടിപ്പോ, നരകത്തിലെ കോടിപ്പോ, നരകത്തിലെ കോടിപ്പോ വിഷ്ടങ്കുപുരികളെ, നരകത്തിലെ കോടിപ്പോ, നരകത്തിലെ കോടിപ്പോ, നരകത്തിലെ കോടിപ്പോ വിഷ്ടങ്കുപുരികളെ. എന്നിട്ട് നമ്മുടെ പേരിൽ ഇല്ലാത്ത വാദം പറയാ. മുജാഹിദുകൾ അങ്ങനെ ആക്കി, ഞങ്ങൾ എന്തില്ലാത്ത വാദം ഇവരെ പേരിൽ പറഞ്ഞത്? ഇവരെ കണ്ട സംവാദങ്ങളും മുഖാമുഖങ്ങളൊക്കെ നടത്തിയത് എന്തിനാ? ജിന്ന് പിശാചുക്കളോട് സഹായം തേടുന്നതിൽ ശിർക്കല്ലാത്തവരുണ്ടെന്ന് പറയാനാ. ഇപ്പൊ ഇവിടെ ഫൈസൽ മൗലവിയുടെ തന്നെ നമ്മളിവിടെ വീഡിയോ ഇട്ടിരുന്നു. ഫൈസൽ മൗലവി എന്താ പറഞ്ഞത്? സൃഷ്ടി മനുഷ്യനോട് പ്രാർത്ഥനയാകുന്നത് എന്തൊക്കെ ഉണ്ടോ അത് ജിന്നിനോടും പ്രാർത്ഥനയാകും. എന്താ മനുഷ്യനോട് സഹായം തേടിയാൽ ശിർക്കാകാത്തതുണ്ടോ അത് ജിന്നിനോട് തേടിയാലും ശിർക്കാകൂല. ജിന്നിന് മാത്രമേ ഒരു വിധി ഇല്ല എന്നാണ് ഇവർ പറയുന്നത്. പച്ച ശിർക്കൻ വിശ്വാസം. പാവപ്പെട്ട ജനങ്ങളെ നരകത്തേക്ക് എത്തിക്കുക എന്നുള്ളത് അറിഞ്ഞുകൊണ്ടാണ് അവർ ചെയ്യുന്നത്. അതാണ് നമുക്ക് സങ്കടം. അറിഞ്ഞുകൊണ്ട് ചെയ്യണം. അറിയാതെ ചെയ്യുന്ന ആളുകളുണ്ട് സാധാരണക്കാർ, അവർ പോട്ടെ.
ജിന്നിനെ ഈ നമ്മളെപ്പോലുള്ള മനുഷ്യന്മാരെ ഗണത്തിലേക്ക് കൊണ്ടുവന്നിട്ട് രണ്ടിനും ഒരു വിധി കൽപ്പിച്ചു. രണ്ടിനും ഒരേ വിധിയായി അവരെന്ത് ചെയ്തു? ഇങ്ങോട്ട് പറഞ്ഞു സൃഷ്ടി കഴിവ് എന്ന് നമ്മളെ മുമ്പത്തെ പണ്ഡിതന്മാരൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന്. എന്തൊരു കഷ്ടമാണ്. ഏതെങ്കിലും മുമ്പത്തെ മുജാഹിദുകൾ ഈ സൃഷ്ടി കഴിവ് എന്ന് വെച്ചാൽ ജിന്നിനോട് സഹായം തേടുന്നത്, അതിന്റെ കഴിവിൽപ്പെട്ട സഹായം തേടിയ ശിർക്കാവില്ല എന്ന് വിശ്വസിക്കുന്ന ഒരു മുജാഹിദിനെ കാണിച്ചു തരാൻ പറ്റുമോ ഇവർക്ക് ആർക്കെങ്കിലും? എന്തുകൊണ്ടാണ് പിന്നെ നേതൃത്വം മിണ്ടാതെ കുഞ്ഞു മുഹമ്മദ് മദനി പരപ്പൂരും CP സലീമും ഹുസൈൻ സൽഫിയൊക്കെ അടക്കമുള്ള ആളുകൾ മിണ്ടാതിരിക്കുന്നത് എന്തുകൊണ്ടാണെന്നറിയാം നിങ്ങൾക്ക്? എന്തുകൊണ്ടാ? ഇനി ഇതിനെപ്പറ്റി പറഞ്ഞാൽ ഒരു ഗ്രൂപ്പ് ഉണ്ടാകും. ഗ്രൂപ്പ് ഉണ്ടായാൽ അത് വലിയ അപകടമാണ്. ഫൈസലിന്റെയും മാലിക് സലഫിയൊക്കെ പോലുള്ള, അബൂബക്കർ സലഫിയെ പോലുള്ള, എന്താ അബൂബക്കർ സലഫി ഹദീസ് പണ്ഡിതനാണ്, മഹാരഥനായ പണ്ഡിതനാണ് അദ്ദേഹം. നമുക്ക് അദ്ദേഹത്തിന്റെ പാണ്ഡിത്യം അത്രയും വലുതാണ്. ഹദീസ് പണ്ഡിതനാ. അത് ആലോചിച്ച് നോക്കണം. മുതുകാട് ഗോപിനാഥ് മാജിക് കാണിക്കുന്നത് പിശാചിനെ സേവിച്ചുകൊണ്ടും പൂജിച്ചുകൊണ്ടും പിശാചാണ് അതിൽ പ്രവർത്തിക്കുന്നത്, പിശാചാണ് അത് ചെയ്യിക്കുന്നത് എന്ന് പറയുന്ന അഗാധ ഹദീസ് പണ്ഡിതനാണ് അദ്ദേഹം. അദ്ദേഹമാണ് ഇവരുടെ ഹദീസ് പണ്ഡിതൻ. അദ്ദേഹമാണ് ഇവർക്ക് ക്ലാസ് എടുക്കുന്നത്. ഇവരൊക്കെ കൂടിക്കൊണ്ട് ഈ വിസ്തത്തെ ഹൈജാക്ക് ചെയ്യുകയും പാവപ്പെട്ട അണികൾ നേരെ പോകുന്നത് പച്ച ഷിർക്കിലേക്ക് കുപ്പുകുത്തുകയും ചെയ്യുമെന്നുള്ള ഭയം കൊണ്ടാണ് സഹോദര ആ പണ്ഡിതന്മാരായ വിസ്തത്തിന്റെ നേതാക്കൾ മിണ്ടാതിരിക്കുന്നത്. അത് നിങ്ങൾ മനസ്സിലാക്കിക്കോളി. ഇതുകൊണ്ടാണ് വിസ്തത്തിന്റെ അണികൾ മിണ്ടാതിരിക്കുന്നതല്ല, നേതാക്കൾ മിണ്ടാതിരിക്കുന്നത്. അവർക്ക് അറിയാഞ്ഞിട്ടൊന്നുമല്ല, മിണ്ടാൻ പറ്റില്ല. ആ അവസ്ഥയിലേക്ക് അണികൾ എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് അവരെ ദൈവത്തിലേക്ക് ഇറക്കുന്നത്. അതുകൊണ്ടാണ് അവരെ നിങ്ങൾ ഈ വിഷയം വിട്ടുകൊണ്ട് നിങ്ങൾ ദൈവത്തിലേക്ക് ഇറങ്ങൂ, ഇതൊന്നും വെറുതെ പറയുന്നല്ലേ സഹോദര. ഇതൊക്കെ ഉത്തരവാദിക്കപ്പെട്ട നേതാക്കളിൽ നിന്ന് മനസ്സിലാക്കിയിട്ടും അറിഞ്ഞിട്ടും പറയുന്നതാ. വെറുതെ പറയുന്ന കാര്യമൊന്നുമല്ല. അവരെ ഈ ചെറുപ്പക്കാരെ ദൈവത്തിലേക്ക് ഇറക്കി ഈ വിഷയം മറപ്പിച്ചു കളയണം. അതുകൊണ്ടാണ് ഇവരെ ദൈവത്തിലേക്ക് ഇറക്കുന്നത്. എന്നിട്ടുണ്ടോ ഇറങ്ങും അവര്. പക്ഷെ ഉള്ളുന്ന വിശ്വാസം പോകണമെങ്കിൽ കുറച്ച് പണി അള്ളാഹു അനുഗ്രഹിക്കണം. അതിന് അള്ളാഹുവിന്റെ അനുഗ്രഹം തന്നെ ഉണ്ടെങ്കിലേ ആ വിശ്വാസം കടന്നു പോകുള്ളൂ. വിഷ്ടം ഖുറാഫികൾ കാത്തു നിൽക്കുന്നു, വിഷ്ടം ഖുറാഫികൾ കാത്തു നിൽക്കുന്നു.